വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിയെന്ന പോളിന്റെ മകൾ സോന. പോളിന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിച്ചില്ല. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വൈകിയാണെന്നും പോളിന്റെ മകൾ സോന പറയുന്നു. അതേസമയം പോളിന്റെ വീട്ടിന് മുന്നിൽ നാട്ടുകാരും പ്രതിഷേധം നടത്തി. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വയനാട്ടിൽ നാളെ BJP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പോളിന്റെ വീട്ടിൽ നിന്ന് ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഇന്ന് വയനാട്ടിൽ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമായിരുന്നു വയനാട്ടിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെയായിരുന്നു ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വലിയ ദൗത്യവും ജാഗ്രതാ നിർദ്ദേശവും എല്ലാം നൽകുന്നതിനിടയിൽ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിൽ മറ്റൊരു കാട്ടാന നമുക്ക് ഈ പാക്കത്തുള്ള സ്വദേശിയായ പോളിനെ ആക്രമിച്ചിരിക്കുന്നത്. പോള് കുറുവ ദ്വീപിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്, വനം വകുപ്പിൻ്റെ ജീവനക്കാരനാണ്. തൻ്റെ ജോലിയുടെ ആവശ്യമായിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ ഈ സ്ഥലത്തേക്ക് കുറുവ ദ്വീപിന് സമീപം പോവുകയും തുടർന്ന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് മാനന്തവാടി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. 10 മണിയോടെ തന്നെ എത്തിച്ച്. എന്നാൽ അവിടെ ഈ ആംബുലൻസ് വൈകുന്നതും അതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുണ്ടായ വീഴ്ചയുമെല്ലാമായിരുന്നു നിലവിൽ മരണത്തിനേക്ക് ഇടയാക്കിയത്. കാരണം ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അത് മെഡിക്കൽ കോളേജ് വെറും ബോർഡിൽ മാത്രം ഒതുങ്ങുന്ന പേര് മാത്രമാണ്. അവിടെ അനുയോജ്യമായ അവിടെ കൃത്യമായ ചികിത്സ കിട്ടാത്ത ഒരിടമാണ്. അതിന് ഏറ്റവും തെളിവാണ് നിലവിൽ ഈ മരണം വരുത്തി വച്ചിരിക്കുന്നത്. അവിടെ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു, അവിടെ മികച്ച ചികിത്സ ഇല്ലാത്തതിനാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ കോഴിക്കോടേക്ക് മാറ്റിയത്. അത് നാം അല്പസമയം മുമ്പ് ഈ പോളിൻ്റെ മകളുമായി പ്രതികരണം തേടിയിരുന്നു. മകൾ പറഞ്ഞത് ഇതായിരുന്നു: അച്ഛന് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ എയർ ആംബുലൻസ് എത്തിക്കുന്ന എന്ന രീതിയിലുള്ള പ്രചരണമുണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഹെലികോപ്റ്റർ എവിടെയെന്നാണ് മകൾ ചോദിച്ചത്. അത് ചോദ്യം തന്നെയായിരുന്നു. കാരണം ഈ ആംബുലൻസ് ഈ പോളിനെ കോഴിക്കോടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് മാനന്തവാടിയിൽ ഈ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ്. കാരണം ഇത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ ഈ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. കാരണം ഈ മാനന്തവാടിയിൽ നിന്നും കോഴിക്കോടേക്ക് ഈ ആംബുലൻസ് യാത്ര തിരിച്ചപ്പോഴായിരുന്നു മാനന്തവാടിയിൽ ഇത്തരത്തിൽ ഈ എയർ ആംബുലൻസ് പറന്നിറങ്ങിയത്. അത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ കൊണ്ടാണ് നിലവിൽ മണിക്കൂറുകളോളം ഈ മാനന്തവാടിയിൽ ചികിത്സ കിട്ടിയില്ലെന്നാണ് നിലവിൽ പോളിൻ്റെ മകൾ പറയുന്നത്, സോന പറയുന്നത്. നാം അജീഷിൻ്റെ വീട്ടിൽ എന്താണോ അജീഷിൻ്റെ മകളുടെ പ്രതികരണം കണ്ടത്, അതിന് സമാനമായി തന്നെയായിരുന്നു ഇന്ന് ഈ പോളിൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നത്. അതേസമയം നാളെ വയനാട്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ഉൾപ്പെടെയുള്ള സംഘടനകളാണ് നാളെ രാവിലെ മുതൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് നിലവിൽ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. 6 മണിയോടെ തന്നെ ഈ പ്രദേശത്തും ഈ പോളിൻ്റെ വീട്ടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സഭാ നേതാക്കൾ ഉൾപ്പെടെ എത്തി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് സർക്കാരും വനംവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വിവിധ സമയങ്ങളിൽ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. ഈ വന്യജീവി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ 17 ദിവസത്തിനിടെ 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതും ഈ മാനന്തവാടിയിൽ തന്നെ. ഈ മാനന്തവാടിയിൽ 17 ദിവസം മുമ്പായിരുന്നു തോൽപ്പട്ടിയിലെ ലക്ഷ്മണൻ എന്ന ഒരു വനവാസി ഇത്തരത്തിൽ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന് ചികിത്സ വൈകിയെന്ന പോളിന്റെ മകൾ സോന. പോളിന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിച്ചില്ല. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വൈകിയാണെന്നും പോളിന്റെ മകൾ സോന പറയുന്നു. അതേസമയം നിലവിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തുടർച്ചയായ കാട്ടാനാക്രമണവും വന്യജീവി ആക്രമണത്തിലും ശക്തമായ പ്രതിഷേധം വയനാട്ടിൽ ഉണ്ടാകുന്നു. ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.